ത്രിവർണ്ണ പതാകയിൽ 3 നിറങ്ങളുണ്ടല്ലേ? ഏതൊക്കെയാണ് ആ നിറങ്ങൾ? കുങ്കുമം, പച്ച, നടുവിൽ എന്തുണ്ട്? അശോക ചക്രത്തിന്റെ നിറം എന്താണ്? Dear children, there is an announcement for you. Tomorrow we are conducting Road Safety Day, so that there will be some guests, so that all of the students in Road Safety Club should bring a placard which shows the road safety messages. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു അറിയിപ്പുണ്ട്. നാളെ നമ്മൾ റോഡ് സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതുകൊണ്ട് ചില അതിഥികൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ റോഡ് സേഫ്റ്റി ക്ലബിലുള്ള എല്ലാ മക്കളും നാളെ വരുമ്പോൾ ഒരു പ്ലക്കാർഡ്, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡ് തയ്യാറാക്കി കൊണ്ടുവരേണ്ടതാണ്. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനാ. സാറ് പറഞ്ഞിട്ടില്ലേ ഓടരുത് എന്ന്? ശരി, ഒന്ന് നടന്നു തരുമോ? അല്ലെങ്കിൽ ഓടുന്നവരെ കൂടെ പേരെഴുതും. നല്ല കുട്ടികൾ ഇട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് ചേച്ചിമാർ നിൽക്കണ കണ്ടൂടെ? ഞാൻ കണ്ടില്ലല്ലോ. ഇനി മുതൽ നമുക്ക് നടന്നു പോട്ടോ. ടീച്ചറെ, നാളെ നമ്മളെ ശ്രീധരേട്ടനെ ആസൂരി പോകാൻ പറഞ്ഞൊരു ലീവാണ്. നാളെ ടീച്ചർ ഒന്ന് കയറി തരും ബസ്സിൽ. രാവിലെയോ? ഓക്കെ, ഞാൻ വരാം. എപ്പോഴാ സമയം? എപ്പോഴാ? ഒരു 9 ആകുമ്പോഴത്തേക്ക്. ഞാൻ എത്തിക്കോളാം. നടന്നു പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡിൻ്റെ വലതുവശം ചേർന്ന് വരി വരിയായിട്ട് ടാറിട്ട ഭാഗത്തേക്ക് കയറാതെ അച്ചടക്കത്തോടു കൂടി നടന്നു പോകണം. അതേപോലെ സ്കൂൾ വാഹനങ്ങൾക്ക് കാത്തു നിൽക്കുന്നവർ, ഓരോ വാഹനത്തിനും പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. ഈ മാഷിന് ഇത് എപ്പോഴും ഇതേ പറയാനുള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാവരും വയ്ക്കണേ. അല്ലേ ഇതിപ്പോ ആരെങ്കിലും അനുസരിക്കോ? നമ്മളെപ്പോലെ. അല്ല, നാളത്തേക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കണ്ടേ? ഞാനതങ്ങ് മറന്നുപോയി. എന്തിനെ പറ്റിയായിരുന്നു? റോഡ് സുരക്ഷയെ പറ്റി. അതിലിപ്പോ എന്തൊക്കെ എഴുതുക? എന്തൊക്കെ ഒരു പണി ചെയ്യ, യൂട്യൂബ് നോക്കാം. എപ്പൊ നോക്കിയാലൊരു യൂട്യൂബ്. ഞാനേ എന്റെ മാമനോട് ചെയ്തിക്കോളാം. അത് പറഞ്ഞപ്പോഴാ അന്നാൾ നമ്മള് കലാമേളക്ക് പോയപ്പം യൂട്യൂബിലേക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തൊരു ഏട്ടല്ലേ. ആടോ, നമ്മളെ മാഷപ്പം വന്നത് നന്നായി. അയാളെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചല്ലോ. ഇന്നലെ കല്യാണ വീട്ടിൽ പോയപ്പോഴേ അയാളാ തോന്നി എനിക്ക്. അവിടെ ഉണ്ടായിരുന്നു. ആണോ? അയാള് വീട് എവിടെയാണാവോ? തേടി നോക്ക്. ഇത് അയാളല്ലേ? ആണടി. നമുക്ക് തല അഴ്ത്തി നടക്കാം. അന്നോ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും എടുക്കണം. എന്നാ വീഡിയോ എടുക്കണമെന്ന് ഞാൻ കാണട്ടെ. നിങ്ങളെ സമ്മതല്ലേ ഞാൻ എടുക്കൂ. പോണ്ട എടി. ചേട്ടാ, വീഡിയോക്ക് ഒരു കണ്ടന്റ് ആയിക്കോട്ടെ. ഞങ്ങളെ കരാട്ടയില് പർപ്പിൾ ബെൽറ്റാ. ചേട്ടന്മാരെ, ആ ആൻഡ്രോയിഡ് ലോകത്തു നിന്ന് ഇറങ്ങിയിട്ട് ആ ഏട്ടനെ നോക്കണേ. എന്നാ നമുക്ക് വായനാശാലയിൽ പോയി നോക്കാം, അവിടെ ആളുണ്ടാകും. ലാലേട്ടാ, ഞാൻ വന്നു. ടീച്ചറെ, ഗുഡ് മോർണിംഗ്. റെഡി അല്ലേ? റെഡിയാണ്. കഴിഞ്ഞു. പോവാ. പോ. ഞാൻ ബാഗ് ഒന്ന് വെച്ച് വരാട്ടാ. ആയിക്കോട്ടെ. നേരം വൈകിയോ ലാലേട്ടാ? ഇല്ലില്ല, സമയം 9 മണി ആവണല്ലുള്ളൂ. നിങ്ങൾ ഇന്നലത്തെ സംഭവം അറിഞ്ഞില്ലേ? നമ്മുടെ നീനും ഫാത്തിമയും കൂടെ ഒരാളെ മലർത്തിയടിച്ചത്.
ആ ടിവിയിലും പത്രത്തിലൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മളെ കരാട്ടെ മാഷ്ക്ക് ഒരു പേരായിട്ടോ. കരാട്ടെ മാഷ്ക്ക് മാത്രോ, നമ്മുടെ സ്കൂളിനും ഒരു പേരായില്ലേ. അതെ അതെ. ഇന്നത്തെ പരിപാടിയില് അവരെ രണ്ടുപേരെയും ആദരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാഷ്. അപ്പൊ കളറാവല്ലോ. ആ പിന്നെ പോലീസുകാർ ആരൊക്കെയോ വരുന്നാണ് കേട്ടത്. അതെയോ? പോലീസൊക്കെ വരുന്നുണ്ട്? എന്താ ഒരു പരിങ്ങല്? ഒക്കെ റെഡിയല്ലേ? ഏയ് പരുങ്ങലൊന്നുമില്ല. വണ്ടീൻ്റെ പേപ്പർ നമ്മളെ പേപ്പറൊക്കെ ക്ലിയർ അല്ലേ, പിന്നെന്താ പേടിക്കാൻ. പിന്നെന്താ. ആ നിങ്ങളൊക്കെ ബസ്സിൽ നല്ല വികൃതിയാണ് കേട്ട്, അതാ ഞാൻ വന്നത്. കേറ് കേറ്, എല്ലാരും വരിയായിട്ട് കേറ്. ഞങ്ങളെ വികൃതി ഒന്നും കാട്ടാറില്ല ടീച്ചറെ. ഓ തങ്കം പോലത്തെ കുട്ടികളാ. ഹായ് ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കയറി കയറി. ആ അന്ന് ഞാനാണ്. നോക്കി കയറി നോക്കി. ടീച്ചറുണ്ട്, അടങ്ങിയിരിക്കണം കേട്ടോ. ഇത് നല്ല കുട്ടികളാണ്. ടീച്ചറെ ഒന്ന് ബാക്കിലേക്ക് നോക്കി. മക്കളെ അവിടെ ഇരിക്കി. ബസ്സിൽ കയറി കഴിഞ്ഞാല് നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. വികൃതി കാണിക്കേ മറ്റുള്ളവരെ ചീത്ത വാക്കുകൾ പറയേ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ തോണിയിലും ബോട്ടിലൊക്കെ പോയിട്ടില്ലേ? അത് വെള്ളത്തിലൂടെ പോകുമ്പോ അതിലിരിക്കുന്ന ആളുകള് ബഹളം ഉണ്ടാക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത എന്താ സംഭവിക്കുക? ആ അപ്പൊ നിങ്ങക്ക് അറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോഴും അതേപോലെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ ബസ് ഓടിക്കുന്ന മാമന് അത് ബുദ്ധിമുട്ടാവില്ലേ? മാമന്റെ ശ്രദ്ധ പോവില്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ ബസ്സില്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. വൈകുന്നേരം പോകുമ്പോ ആർക്കെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് പോകാനുണ്ടോ? ആ ഉണ്ട് ടീച്ചറെ. അപ്പൊ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്ത് പോവുക? ടീച്ചർ ഞാൻ പറയാം. എങ്കി പറയ്. ബസ് പോയതിനു ശേഷം രണ്ടു വശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു കാരണവശാലും ബസ്സിന് മുന്നിലൂടെ ഓടരുത്. ആ നല്ല കുട്ടി, ഇതൊക്കെ അറിയാലേ. ലാലുമാമൻ പഠിപ്പിച്ചതാ. അല്ലെങ്കിലും ലാലുമാമ സൂപ്പറാണ്. പിന്നെ ഇതൊക്കെ പാലിക്കും വേണം കേട്ടോ എല്ലാവരും. ഓക്കേ ടീച്ചർ. അപ്പൊ ടീച്ചർ, വലിയ റോഡ് ക്രോസ് ചെയ്യാൻ എന്താ വഴി? എനിക്കറിയാം. മാമന്റെ വീട്ടിൽ പോകുമ്പോൾ വെള്ളവരയിൽ കൂടെ പോകണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ അതാണ് സീബ്ര ക്രോസിംഗ്. സീബ്ര ഒരു മൃഗല്ലേ ടീച്ചറെ? അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഒരു മൃഗം. ബ്ലാക്ക് റോഡിൽ വൈറ്റ് ലൈൻസ്. മനസ്സിലായോ? ലാലുമാമേ ഫോൺ അടിക്കുന്നുണ്ട്. അതവിടെ അടിച്ചോട്ടെ. വണ്ടി ഓടിക്കുന്ന സമയത്തെ ഫോൺ എടുക്കാൻ പറ്റൂല. ടീച്ചറെ ഇവിടെ ഇരുന്നോളി. വേണ്ട വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്നാ ടീച്ചറെ ഒരു പാട്ട് പാടിത്തരുമോ? ലാലുവേട്ടാ, ബസ്സിന്ന് പാട്ട് പാടാൻ പറ്റുമോ? ആ എന്നാ ഓക്കെ. ഇവരെല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. നമുക്കൊരു പാട്ട് പാടിയാലോ? ചിമ്മാനം ചോക്കണ നേരം, പൂത്തുമ്പി പാറണ നേരം, ചിമ്മാനം ചോക്കണ നേരം, പൂങ്കാറ്റിലിത്തിരി നേരം കിന്നാരം പാടാ, പൂങ്കാറ്റിലിത്തിരി നേരം കിന്നാരം പാടാ, പൂത്തുമ്പി പാറണ നേരം, ചിമ്മാനം ചോക്കണ നേരം, പൂങ്കാറ്റിലിത്തിരി നേരം കിന്നാരം പാടാ.
അത് നോക്കി എൻ്റെ ടീച്ചറെ. മക്കളെ നിങ്ങൾ എന്താ ചെയ്തത്? ഇത്ര സ്പീഡിലാ നിങ്ങൾ വരുന്നത്. അതും നടുവിലൂടെ ബസ് വരുമ്പോ നടുവിലൂടെയാണ് ഈ സൈക്കിളും കൊണ്ടുപോരുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് വെച്ചാല് ഞാൻ ഈ കാര്യം മാഷിന്റെ അടുത്ത് അറിയിക്കും. ഇനി നിങ്ങൾ ഈ സ്കൂളിലേക്ക് സൈക്കിള് കൊണ്ടുവരുന്ന പരിപാടി എന്ത് ചെയ്യും? ഇങ്ങനെയാണ് നിങ്ങൾ ഇനിയും പോകുന്നത് വെച്ചാല് നമുക്ക് ഇതിവിടെ നിർത്തേണ്ടി വരും കേട്ടാ. മാഷെടുത്ത് ഞാൻ അറിയിക്കൂട്ടാ. നടന്നു പോണവരോട് കൂടി ഒന്ന് പറയട്ടോ ടീച്ചറെ. ദിവസം പറയലുണ്ട് ലാലേട്ടാ. ഇനി മാഷോടെ ഒന്നുകൂടെ കർശനായിട്ട് പറയാൻ വേണ്ടി പറയാം. നോക്കി ഇറങ്ങണേ മക്കളെ, തട്ടിത്തടഞ്ഞ് വീഴരുതേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ റോഡ് സേഫ്റ്റി ക്ലബിൻ്റെ കുട്ടികളുടെ ഒരു യോഗമാണ്. നേരത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങ് നമ്മളിവിടെ നടത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതോടൊപ്പം അവിചാരിതമായിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലും ടി വിയിലും ഒക്കെ കണ്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ നീനു, ഫാത്തിമ എന്നീ കുട്ടികൾ ചെയ്തിട്ടുള്ള ധീരകൃത്യം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ചടങ്ങിന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീ ഷിനീഷ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് സെക്രട്ടറി രാധിക ടീച്ചർ, ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മക്കളെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. ഈ വിദ്യാലയത്തിൽ നിന്നും വിവിധ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ചെടുത്ത ധൈര്യമാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധ്യമായത് എന്നത് സത്യമാണ്. അവരെ അനുമോദിക്കാനും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം ജനിപ്പിക്കുന്നതിനും വേണ്ടി നമുക്ക് ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീ ഷിനീഷ് അവർകളാണ്. അദ്ദേഹത്തെ ഈ ഒരു ക്ലാസ് നയിക്കുന്നതിനായി ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, റോഡ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല. വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, കാൽനട യാത്രക്കാരും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതുണ്ട്. ഗതാഗത നിയമങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന ഈ സ്കൂളിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അവയെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും ഇവിടെ വന്നപ്പോൾ ഈ പ്ലേ കാർഡുകളെല്ലാം തന്നെ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ളതാണ്. നിങ്ങളുടെ റോഡ് സേഫ്റ്റി ക്ലബിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് മാഷിപ്പോ ഇവിടെ പറയുകയുണ്ടായി. നിങ്ങളിടയിലുള്ള 2 പേർ ഏറെ അഭിമാനകരമായ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ നിങ്ങൾ പഠിക്കണം. ആരെയും ആശ്രയിക്കരുത്. രാജ്യത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള നിങ്ങൾ വിദ്യാർത്ഥിനികൾ തെറ്റുകൾ കണ്ടാൽ അവയെ ചെറുക്കുന്നതിനും സ്വയം സംരക്ഷിക്കുന്നതിനും തെറ്റു ചെയ്യുന്നവർ അതിൽ നിന്ന് തിരുത്തുന്നതിനുള്ള പ്രാപ്തി ആർജിച്ചെടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ അതിന് പ്രാപ്തരാക്കിയിട്ടുള്ള കരാട്ടെ മാസ്റ്റർ, നിങ്ങളുടെ പാരൻസ്, അധ്യാപകർ ഏവരെയും മുക്തകണ്ഠം ഈ ഒരു ഘട്ടത്തിൽ പ്രശംസിച്ചുകൊള്ളും. ഞാനത് മറന്നു. എന്തിനെ പറ്റിയായിരുന്നു? അപ്പൊ റോഡ് സുരക്ഷയെ പറ്റി എടാ പറയുന്നത്. അല്ല, നമുക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കണ്ടേ?
എപ്പോ നോക്കിയാലും ഒരു യൂട്യൂബ്. ഞാൻ എന്റെ മാമനോട് ചോദിച്ചു. ചിമ്മാനം